എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് വടാട്ടുപാറയാണ്. വടാട്ടുപാറ ഇവിടെ കൊട്ട കെട്ടുന്ന ഇതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കൊട്ട കെട്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് കൊട്ട. കൊട്ട കെട്ടുന്ന പറമ്പ് നെയ്യുന്നത്, അതുപോലെ തന്നെ പാ നെയ്യുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കലയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ഒരു കൊട്ട കെട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഏരിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. വടാട്ടുപാറയാണ് ഈ സ്ഥലത്തിന്റെ പേര്. വടാട്ടുപാറ സ്കൂൾപ്പടിയാണ്. ചേട്ടാ നമസ്കാരം ഉണ്ട് ചേട്ടാ. ചേട്ടൻ കൊട്ട കെട്ടിക്കൊണ്ട് വർത്താനം പറഞ്ഞോട്ടോ, സമയം കളയണ്ട. പേരെങ്ങനെയാ? എത്ര നാളായിട്ട് ഇവിടെ കൊട്ടയിട്ട് തുടങ്ങിയിട്ട്? 15 കൊല്ലം കഴിഞ്ഞു. ഇത് എന്താ ആവശ്യമായി കൊട്ട കെട്ടുന്നേ? രണ്ട് ബാക്കിങ്ങിനാണ്. ഇത് എങ്ങോട്ടായി കൊട്ട കയറി പോകുന്നേ? എറണാകുളം കൊല്ലം ഭാഗത്തേക്ക് അല്ലേ? ഇത് ഓർഡർ അനുസരിച്ചാണോ നമ്മൾ ഇത് കെട്ടുന്നേ? അതെ അല്ലേ. അവരെങ്ങനെ വണ്ടിക്ക് വന്ന് കൊണ്ടുപോകോ, ലോറിക്ക് വന്ന് കൊണ്ടുപോകോ? എന്തോ മുതലാളിയുടെ വണ്ടി ഉണ്ടല്ലേ? ഇതെല്ലാം ഞണ്ടുകൊട്ടയല്ലേ? ഇതെങ്ങനെ ഞണ്ട് ഇത് അട്ടിയിട്ട് ഇങ്ങനെ മുകളിൽ ഐസിട്ട് ആ ഞണ്ട് കാല് കെട്ടും, കൊട്ടയിലിടും. അതെ അല്ലേ? പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടും. കിട്ടുമ്പോ അപ്പൊ എത്ര കിലോ ഞണ്ട് ഇതിനകത്ത് കൊള്ളും? 20 കിലോ ഞണ്ട് കൊള്ളും അല്ലേ? കണ്ടിട്ടുണ്ട് എങ്ങനെ ഉണ്ടല്ലേ? ആ കൊണ്ടിട്ടില്ലെന്ന് വിളിച്ചു പറയും. ആഹാ. ഇതിന്റെ വലിപ്പം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവര് വിളിച്ചു പറയും, കംപ്ലൈന്റ് ചെയ്യും. അവര് പറയും ഇത് പറ്റത്തില്ല, ഇതിന് ഇച്ചിരിയുടെ വലിപ്പത്തിന് കെട്ടണം എന്ന് പറയും അല്ലേ? ഒരു കെട്ട കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൈം എടുക്കും ചേട്ടാ? ഇത് ഒരു കൊട്ടണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു അരമണിക്കൂർ പിടിക്കും. ഈറ്റ കയറണ്ടേ? അതല്ലേ? ഈ തലയൊക്കെ കീറിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ പിടിക്കും. കീറിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് ഒരു കൊട്ടണയ്യ. ഇത് ഈറ്റയാണോ ഇത്? ആ ഈറ്റയാണ്. ഈറ്റ കൊണ്ട് ഇങ്ങനെ മെടഞ്ഞല്ലേ? നമ്മളെ ഇതെല്ലാം കൈമരുങ്ങ അല്ലേ? ശരിക്കും കൈക്ക് വേദന കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഇങ്ങനെ. ബ്ലേഡ് പോലെയാണ് കൈകളൊക്കെ മുറിയുന്നത്. ബ്ലേഡ് പോലെ അല്ലേ? സാധാരണ നമ്മൾ ഈറ്റയിലൊക്കെ ചുമ്മാ ഒന്ന് പിടിക്കുകയോ വളയ്ക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ ബ്ലേഡിനെ തോറ്റു പോകുന്ന രീതിയിലുള്ള മൂർച്ച കാര്യങ്ങളൊക്കെയാണ് സാധാരണ. ഞെളിഞ്ഞു പോയാ അതെല്ലേ? ഞെളിഞ്ഞു പോയി കഴിഞ്ഞാൽ കൈ മുറിയും അല്ലേ? മഴയത്ത് നനഞ്ഞാലേ മൂത്ത് കൂടുതലാണ് ഈ സാധനത്തിന്. മഴയത്ത് നനഞ്ഞു കഴിഞ്ഞാല് അത്ര മൂത്ത് കൂടുതലാണ്. അതല്ലേ? നല്ല വൈര്യവും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇത് ഈ ഈറ്റ പൊട്ടിച്ചിട്ട് വീണ്ടും ഒന്നോടെ ഇത് കീറുവോ നടുവേ? ഒരു ഈറ്റ, ഇത് ഈ ഈറ്റ അല്ലേ? ഈറ്റ പൊട്ടിച്ചിട്ട് ഇത് നടുവേ കീറും. കീറിട്ട് എന്തോ ഇതുപോലെ ഇങ്ങനെ എടുക്കും അല്ലേ? അടി കീറി അതൊക്കെ നേരേക്ക് വന്നാൽ നമുക്ക് കൊട്ടനെയ്യ എളുപ്പമാണ്. ഇത് ഇടയ്ക്കോടെ ഇങ്ങനെ കുത്തി കൊടുക്കും അല്ലേ? അത് എങ്ങനെ ചേർന്നുണ്ടാക്കി അതിന് കുത്തി കൊടുക്കും. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെയുള്ളൊരു കലാവിരുത്, ശരിക്കും കൈയുടെ ഒരു വഴക്കം തന്നെയാണിത്. എന്താണേലും ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കൈമരുങ്ങാണ്. യഥാസമയങ്ങളിൽ നമ്മുടെ വിരലും നമ്മുടെ കൈയും എല്ലാം ചലിച്ച് നമ്മുടെ മനസ്സും എല്ലാം ചലിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്. അപ്പം ഇതൊരു ഡിസൈനായിട്ട് വന്നിട്ടുള്ളത് ചേട്ടാ. നടുക്കോടെ ഇങ്ങനെ ഒരു ഡിസൈൻ വരുമോ? അതായത് ഈ ഈറ്റയുടെ പുറംപുള്ളി വെച്ച് കിട്ടുന്നല്ലേ? പുറംപുള്ളി അല്ലേ? ഇങ്ങനെ കിട്ടും അല്ലേ? മുകളിലുണ്ടല്ലേ? എത്ര കാലമായി ചേട്ടാ ഈ കൊട്ട കെട്ടി തുടങ്ങിയിട്ട് ചേട്ടന്? 40 വർഷം. പേരിങ്ങനെ ചേട്ടൻ്റെ? എൻ്റെ പേര് ബാലന. എന്തോ? ബാലൻ ചേട്ടൻ അല്ലേ? ഇവിടെ തന്നെയാണോ താമസമൊക്കെ? തൃശ്ശൂരാണോ? അപ്പൊ നാട്ടിലേക്ക് മാസത്തിൽ ഒരു വട്ടം പോകും അല്ലേ? ചേട്ടന്റെ വീട് എവിടെയാ ചേട്ടാ? വീടിന്റെ അടുത്ത് തന്നെയല്ലേ? ചേട്ടൻ എത്ര നാളായി ഇത് കൊട്ടകെട്ട്? അതെല്ലേ? നല്ല പഴക്കവും തഴക്കവും ഉണ്ടല്ലേ? എനിക്കിപ്പം ഒരു മുറം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡിസൈനിലൊരു മുറം നെയ്യണം നമ്മൾ ആഗ്രഹിക്കുക. ആ രീതിയിൽ ചേട്ടൻ കെട്ടിക്കൊടുക്കും അവിടെ വന്നു കഴിഞ്ഞാൽ സമയമുള്ള സമയങ്ങളിൽ? അങ്ങനെ ആ പഠിത്തം പഠിച്ചിട്ടില്ല. പിന്നെ കൊട്ടയുടെ ഐറ്റങ്ങളെല്ലാം പണിയും. കൊട്ടയുടെ ഐറ്റം അറിഞ്ഞ പോലെ ബിരിയാണി കൊട്ടിയോ അല്ല മീൻ കൊട്ട നമ്മൾ വീട്ടിൽ കൂടെ ഉപയോഗിക്കുന്ന വേറെ വട്ടക്ക്. അതെ അല്ലേ? പച്ചക്കറി ഇട്ട് വെക്കാൻ അങ്ങനെ സൈസ് ഉണ്ടാക്കി തരാം. പുക കാര്യങ്ങൾ കൂടുതൽ അടിച്ചു കഴിയുമ്പോഴത്തേന് ഇത് ശരിക്കും ഈ അളിയൊക്കെ നല്ല രീതിയിൽ നല്ല ബലവും കാര്യങ്ങളൊക്കെ കുത്തിപ്പോകാതിരിക്കും അല്ലേ? ബിരിയാണി കൊട്ടിക്ക് അളി ചേർന്ന് വേണം.
ഈ ബിരിയാണി കൊട്ട എങ്ങനെയാന്ന് പറയാം ഏട്ടാ? ഇപ്പോൾ ഉണ്ടാക്കണം അരി. എന്തോ ഈ രീതിയിൽ അരി വേണം. അതെ അല്ലേ? അപ്പോൾ അരികളൊക്കെ ഇട്ടാലും അരി ചാള പോകില്ല. ബിരിയാണി കൊട്ട എന്ത് ഉപയോഗത്തിനാ അത്? ഈ ചോറ് ചോദിക്കാനാണ്. ചോറിട്ട് വെക്കാനായിട്ട്. ഈ ബിരിയാണി കൊട്ടയ്ക്ക് അത് എന്തേരി എത്ര പേർക്കുള്ള ബിരിയാണി കൊള്ളും? അത് എത്ര കണക്ക് പറയണ്ട അതുപോലെ ഉണ്ടാക്കും. കണക്ക് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് 2 കിലോ അരി വേണമെന്ന് പറഞ്ഞാൽ 2 കിലോ അരിക്ക് ചോറ് കൊണ്ട് കൊട്ട ഉണ്ടാക്കി തരും. ബിരിയാണി കൊട്ട ഏറ്റവും ചെറുത് എത്ര കിലോ വരെ കൊള്ളുന്ന? ഏതെന്ന് പറഞ്ഞ 2 കിലോ അരി. 2 കിലോ അരി. 2 കിലോ അരി കൊള്ളുന്നതാണ് ഏറ്റവും ചെറിയ ബിരിയാണി കൊട്ട അല്ലേ? ഇതിന്റെ അളിയൊക്കെ കീറി എടുക്കാനായിട്ട് എത്ര സമയം എടുക്കും ചേട്ടാ? രാവിലെ 7 മണിക്ക് എന്നാൽ 1 മണിയാകും അരി കീറിയെടുക്കാൻ. അളി കീറി എടുക്കാനായിട്ട് തന്നെ. പിന്നെ നാളെ 2-3 അരി വേണേ. എന്തോ 2-3 അരി വേണം. അതെല്ലേ? ഇത് ഈറ്റ നമ്മൾ പച്ചപ്പൊന്ന് വാടണം ഇത് കെട്ടാനായിട്ട്? പറയണം. എത്ര മണിക്കൂർ കഴിയണം, അല്ലെങ്കിൽ എത്ര ദിവസം കഴിയണം? അങ്ങനെയാണ്. ഇന്നത്തെ പോലെ വെയിലിട്ട് 1 മണിക്കൂർ മതി. 1 മണിക്കൂർ വെയിലത്ത് കിടന്ന് ഈറ്റ വെട്ടിയിട്ട് അന്നേരം നമുക്ക് കീറാൻ പറ്റത്തില്ല. ഒന്ന് വാടണം അല്ലേ വെയിൽ കൊണ്ട്? അല്ലല്ല, ആ ഈ തപ്പനെ കീറാം. ആ കീറി അരി വെയിലിട്ടണം. കീറിയിട്ട് വെയിലത്തിടണം, എന്നാലേ വഴങ്ങി കിട്ടുള്ളൂ കയ്യിൽ. ആ ഇതിലൊക്കെ കണ്ണകളുടെ പോകെ. എന്തോ കണ്ണകളും. ഓ അപ്പൊ ഇന്ന് 2 പുറത്ത് വരും. അതുപോലെ കണ്ണകളെ. അതെല്ലേ? ഒരു വണ്ടിക്ക് ആയി കഴിയുമ്പോഴാണ് അവർ വണ്ടിയായിട്ട് വരുന്നത് അല്ലേ? ഒരു കൊട്ട കെട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും ചേട്ടാ? ഇത് നമുക്ക് 30 രൂപ 35 രൂപ കിട്ടും. ഒരു കൊട്ട കെട്ടിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും ഒരു കൊട്ട കെട്ടാനായിട്ട്? അങ്ങനല്ല, നമുക്ക് ആദ്യം അരിക്കീരി കെട്ടണം. എന്തോ അരി കീറി ഈത്ത പോയിട്ട് അരി കീറിയാലേ. അതെല്ലാവിടെ കൂടി നമ്മൾ അളി കീറുന്നത് കൊട്ട കെട്ട എല്ലാവിടെ ഒരു കൊട്ടയ്ക്ക് 1 മണിക്കൂർ അടുത്ത് എടുക്കുകയല്ലേ എന്നാണല്ലോ? വരികേട്ടാ? 1 മണിക്കൂർ. അപ്പം 1 മണിക്കൂർ 10 മണിക്കൂർ പണിതാലും 300 രൂപയ്ക്ക് ഒരു ദിവസം പണിയാൻ പറ്റുന്നുള്ളൂ അല്ലേ ഏട്ടാ? ഏകദേശം കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കഷ്ടപ്പാടുണ്ട് ഇതിന്റെ പുറകിൽ. നമ്മൾ കഷ്ടപ്പെടുന്നതനുസരിച്ച് ഒരു കൂലി ഈ രംഗത്ത് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് സത്യം അല്ലേ? കഷ്ടപ്പാട് മിച്ചം. ഒരു കണക്കുണ്ട്. കട്ടടത്തിന് വാടക കൊടുക്കണ്ട. എന്തോ കട്ടടത്തിന് വാടക കൊടുക്കണ്ട. കെട്ടിടം വാടക കൊടുക്കണ്ട. കറണ്ട് കൂലി കൊടുക്കണ്ട. പൈസ കൊടുക്കണ്ട. ആ ലാഭം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇതുകൊണ്ടൊരു നീക്കിയിരിപ്പായിട്ടൊന്നുമില്ല. ദൈനംദിന കാര്യങ്ങളങ്ങ് ചെലവഴിച്ച് പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ വാ ശരിയാക്കുന്നതല്ലേ ഇത്? എന്തോ അങ്ങനെ വന്നല്ലേ? നീ അടപ്പ് കൊണ്ട് വെക്കാനാണോ അത്? അതെല്ലേ? ചേച്ചിയാണോ ഇത് ഈ ഈറ്റ പൊട്ടിക്കുന്നത്? ഇങ്ങനെ കീറുന്നല്ലേ ചേച്ചി? സൂക്ഷിച്ചില്ലേ കൈ പോവില്ലേ? നല്ലൊരു കഷ്ടപ്പാടുണ്ടല്ലോ ഇതിന്റെ പുറകില്, പറയാതിരിക്കാൻ വയ്യ. ചേച്ചിയാണോ ചേട്ടനെ സഹായിക്കുന്നേ ഇങ്ങനെ കീറ്റ കീറി കൊടുക്കുന്നേ? അതെയോ? എന്നാലും കൂടുതലും ചേച്ചി കീറി കൊടുക്കുമല്ലേ? സമയം അടുക്കളപ്പണി കഴിഞ്ഞിട്ട് ചേട്ടനെ സഹായിക്കുമല്ലേ? സൂക്ഷിച്ചിട്ട് കൈ എപ്പം മുറിഞ്ഞ് ചോദിച്ചാൽ മതി അല്ലേ? ഇങ്ങനെയുള്ള കത്തിയല്ലേ ഇത്? ഈ കത്തി ഇത് സ്പെഷ്യൽ കത്തിയാണോ ഇതിന് വേണ്ടിയിട്ടുള്ളേ? അതെല്ലേ? അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പേടി. മേത്തോടെ ഒന്ന് ഉറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. വാള് വെച്ച് ഇറക്കുന്ന പോലെ ഇരിക്കും. അതെല്ലേ? ചേട്ടന് എത്ര വയസ്സുണ്ട് ചേട്ടാ? പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? ചേട്ടന് 65 വയസ്സായിട്ടും പെൻഷൻ കിട്ടുന്നില്ല. ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ നാടിന് വേണ്ടിയിട്ട് ചെമ്മീൻകോട്ട ഉണ്ടാക്കാൻ പണിതിട്ടും ചേട്ടൻ പെൻഷൻ കിട്ടുന്നില്ല. ചേച്ചിക്കും കിട്ടുന്നില്ല? ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? 45 വയസ്സുണ്ട്. ചേച്ചിയുടെ കാര്യം പോട്ടെ, എന്നാലും ഇതുപോലെ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഒരു എന്തോ? അതെല്ലേ?
രാവിലെ എപ്പോഴാടാ ഈ പണി തുടങ്ങുന്നേ? രാവിലെ 7 മണിയാകും. 7 മണിക്ക് തുടങ്ങും. അപ്പം കഴിയുന്നോ? ഇപ്പം 5 മണിയാകാൻ പോവാ. 5-5:30 കഴിയും. 5-5:30. ഈറ്റ കീറി ഈറ്റ ഒരു ഈറ്റ 4ആയിട്ട് കീറും അല്ലേ ഏട്ടാ? 4-3 കീറും. എന്നിട്ട് അതിനെ പിന്നെ 6 ആക്കും, നടുവേ പൊളത്തി ഇതുപോലെ അല്ലേ? കയ്യറയൊന്നും കയ്യിൽ ഇടാറില്ല ഏട്ടാ? കയ്യറ നിൽക്കില്ല, കയ്യറ മുറിഞ്ഞു പോവും. 2 ദിവസം ഉണ്ടാകും. അതെയോ? നല്ലൊരു കഷ്ടപ്പാടാണ് കേട്ടോ സുഹൃത്തുക്കളെ, പറയാതിരിക്കാൻ വയ്യ. ഇവർ പണിയുന്നതനുസരിച്ചൊരു കൂലി കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇതിന് വേറെ എങ്ങനെ സഹായങ്ങളൊന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലല്ലേ ഏട്ടാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നൊരു കടപ്പാടാണ്. അത് അവരുടെ തൊഴിലിനെ എന്താണെന്ന് പ്രോത്സാഹിപ്പിച്ചേ പറ്റുള്ളൂ. വേണ്ട രീതിയിലൊക്കെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത്. കാരണം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം. ഇപ്പം പുതിയ തലമുറയിൽ ആരെങ്കിലും ഒരു 10-40 വയസ്സൊക്കെ ഉള്ളവർക്ക് കൊട്ട മെടയാൻ അറിയാവുന്നവരുണ്ടോ ചേട്ടാ? ചേട്ടൻ്റെ അറിവിൽ? പഴയ ആൾക്കാരേ ഉള്ളല്ലേ? ചേട്ടൻ്റെ തലമുറ മാത്രമേ ഉള്ളൂ, അതിന് താഴേക്കില്ല. ഈ ഒരു തലമുറ അവശേഷിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ആ, പുതിയ തലമുറയിലെ പിള്ളേർ ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷെ വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തൊഴിൽ വീണ്ടും നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും അല്ലേ ഏട്ടാ? സർക്കാരിൻ്റെ ഭാഗത്ത് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സഹായങ്ങളും കാര്യങ്ങളും ഇവർക്ക് ഒരു രജിസ്ട്രേഷനും അല്ലേ? എന്തോ അങ്ങനെ കിട്ടിയാലേ ചേട്ടൻ ഈ ഞണ്ടുകൊട്ട ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ സമൂഹത്തെ സേവിക്കുമല്ലേ ഏട്ടാ ചെയ്യുന്നേ? അത് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഗവൺമെൻറ് ഭാഗത്ത് ഒരിക്കലും ചൂഷണം ചെയ്യരുത്. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളും സഹായങ്ങളും എല്ലാം ചെയ്ത തൊഴിലിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ശരിയാണ് ഏട്ടാ? പഞ്ചായത്ത് അധികൃതർ ഇങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഗവൺമെന്റിന് അതെയോ? പഞ്ചായത്ത് അധികൃതർ ചേട്ടന് വേണ്ട സഹായങ്ങൾ കാര്യങ്ങൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ചെറിയ ഈറ്റ വിട്ട് ഈറ്റ കൊണ്ട് കൊട്ട നിർമ്മിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പുനരധിവാസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ചെയ്തു തരാനുള്ള ഉത്തരവാദിത്വം ഉള്ളതല്ലേ? ഇപ്പൊ ഇവര് കുറെ പറമ്പ് പണിക്കാരുണ്ട്, അവർക്ക് കിട്ടിയാ നമുക്ക് കിട്ടും. ഈറ്റ വെട്ട് തൊഴിലാളികളായിട്ടുണ്ട്. ഈറ്റ വെട്ട് തൊഴിലാളി പറമ്പ് അങ്ങനെ ഇഷ്ടംപോലെ ഇവിടെ ആൾക്കാരുണ്ട്. ഇതിങ്ങനെ കീറിയെടുത്തല്ലേ ഏട്ടാ? ഇനി ഇത് വെയിലത്ത് വാട്ടാനായിട്ട് ഇടുവോ? ഇത് വാടിക്കോളും. ഇത് നാളെ പണിയുണ്ട് തന്നെ. ഇനി ഇത് ഇന്നത്തെ കെട്ടാവോ? ഇതും കൊണ്ട് കൊട്ട കെട്ടാൻ വേണമെങ്കിൽ കെട്ടാൻ പറ്റത്തില്ല. ചേട്ടൻ പറഞ്ഞ ഒരു 6 മണിക്കൂറെങ്കിലും വാടണം. ചുമ്മാ ഇട്ടാലും വാടിക്കോളും. പിന്നെ നാളത്തേനായിരിക്കും ഇത് കെട്ടുന്നതല്ലേ? അന്നത്തേന് വഴങ്ങി കിട്ടും അല്ലേ? ഇനി ചീകോ ഒന്നും ഇല്ലല്ലോ? ചീകലില്ല. ഇനി കെട്ടാനായിട്ട് ഉപയോഗിക്കാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതായത് ഈ കൊട്ടയ്ക്ക് അടിക്കാലിടുന്നത് എങ്ങനെയാണെന്നാണ് ഈ ചേച്ചി കാണിക്കുന്നത് അല്ലേ? അടിക്കാലെന്നല്ല പറയുന്നത്, അടിക്കാല്. ആ സുഹൃത്തുക്കളെ, ഈ കൊട്ടയ്ക്ക് അടിക്കാല് എങ്ങനെ ഇടുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഈ കൊട്ടയുടെ നട്ടലിലാണ് ഈ പണിയുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളത് കണ്ടില്ല എന്നൊരിക്കലും നടിക്കരുത്. ഇവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ ഒപ്പം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ കഷ്ടപ്പാട് നമ്മൾ കാണണം. ഈ വീഡിയോ കാണുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഇവരുടെ കഴിവിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം. ഇവർക്ക് ഈ ചേട്ടന് 65 വയസ്സായി, പെൻഷൻ പോലും ചേട്ടന് കിട്ടുന്നില്ല. ഇത് സമൂഹത്തിൽ നിന്ന് അന്യം തിന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലയാണ്, ഒരു കഴിവാണ്. ഇതുണ്ട്, ഇത് അടിക്കാലിടുന്നതാണിത്. വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ്, പറയാതിരിക്കാൻ വയ്യ. ചേച്ചിയുടെ പേരെങ്ങനെയാ ചേച്ചി? ജ്യോതിലക്ഷ്മി ചേച്ചി. ഇങ്ങനെയാണല്ലേ?
ഇതിലേക്ക് പിന്നെ ഇത് ഈറ്റയുടെ കഷ്ണങ്ങൾ, കീറിയ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് മെടഞ്ഞു കയറി വരുവാ ചെയ്യുന്നത് അല്ലേ? അതെ അല്ലേ? ഇതുപോലെ തന്നെ ഈ അടപ്പ് പോലെ തന്നെയല്ലേ ഈ കൊട്ടയുടെ അടിഭാവവും തത്വം എല്ലാം ഒന്നല്ലേ? എല്ലാം ഒരുപോലെയല്ലേ? അടപ്പാണേലും അത് കൊട്ടയുടെ അടിഭാവമാണേലും ഇതുപോലെ തന്നെയല്ലേ മെനഞ്ഞു കയറി തന്നെ? എന്തോ പിന്നെ ഇനി വളയ്ക്കാനും തുടങ്ങും അല്ലേ? ആഹാ. നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക്, നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് നമ്മുടെ ഒപ്പം തന്നെ, നാടിനൊപ്പം തന്നെ പടപൊരുതി ഇവർ ഈ കൊട്ടയുണ്ടാക്കുന്നത് ഞണ്ട് നിറയ്ക്കാനായിട്ടാണ് അല്ലേടാ? ഞണ്ട് നിറയ്ക്കാനായിട്ടാണ് ഈ കൊട്ടയുണ്ടാക്കുന്നത്. ഇവരുടെ കഷ്ടപ്പാട്ടും പ്രയാസങ്ങളും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. നമ്മൾ കണ്ടേ മതിയാവൂ. കാരണം ഒരു രാഷ്ട്ര സേവനം തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇതെങ്ങോട്ടായിട്ടാ ഈ കൊട്ട കയറി പോകുന്നത്? കൊല്ലം, എറണാകുളം ഭാഗത്തേക്ക്. ഇത് എക്സ്പോർട്ടിംഗ് കമ്പനിയൊക്കെയല്ലേ ഇത്? അതായത് ഈ കൊട്ട പണിതിട്ട് ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് ഞണ്ടും കൊഞ്ചും നിറച്ച് കയറ്റുമതി ചെയ്യാനായിട്ടാണ് ഇവർ ഈ കൊട്ട നിർമ്മിക്കുന്നത് അല്ലേ ഏട്ടാ? വിദേശ രാജ്യങ്ങളിലേക്ക് ഞണ്ടും കൊഞ്ചും നിറച്ച് ഐസിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി വിടാനായിട്ടാണ് ഈ കൊട്ട നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന രാഷ്ട്ര സേവനം തന്നെയാണ്. ഇവരുടെ ഈ സേവനത്തെ എന്താണേലും വില മതിച്ചേ പറ്റുള്ളൂ. ഇവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഇത് കാണുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും കാണണം. ഇവരുടെ ഈ ബുദ്ധിമുട്ടിൽ നിങ്ങളും പങ്കാളിയാകണം. ഇങ്ങനെയുള്ളൊരു കലേനെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ മേടിച്ചു കൊടുക്കണം. ശരിയാണ് ഏട്ടാ? ഇവരെ മാക്സിമം ചൂഷണം ചെയ്യുമല്ല വേണ്ടേ. ചേട്ടാ ആയിട്ട് കീറാൻ തുടങ്ങുവാണോ? നല്ലൊരു 1 മിനിറ്റ് പോലും വിശ്രമമില്ലാതെ. എന്തോ? അതെ അല്ലേ? പൊളിച്ചിടാനായിട്ടല്ലേ? ഞായറാഴ്ചയാണ് ജോലിയുണ്ട് ചേട്ടാ? ഞായറാഴ്ച ഒഴിവാ അല്ലേ? കുറച്ച് കഴിയുമ്പോൾ കയ്യിൽ തൊലിയൊക്കെ പോയല്ലേ ഏട്ടാ അങ്ങനെ കിടന്ന്? കയ്യിൽ നിന്ന് കാണിച്ചേട്ടാ. എന്തോ? കയ്യിൽ തൊലിയൊന്നും ഇല്ല. മറ്റേ കയ്യിൽ നിന്ന് കാണിച്ചേട്ടാ. സുഹൃത്തുക്കളെ, ഇതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കഷ്ടപ്പാടുകളാണിത്. ഇതൊക്കെ നമ്മളൊന്നും കണ്ടില്ല എന്ന് രാഷ്ട്രീയക്കാർ നടിക്കരുത്. ഇവർക്കൊക്കെ വേണ്ട ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കണം. തൊഴിൽ പോലും ഇല്ലാതെ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന ഒരു സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വീഡിയോ ഇത്. ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടറിഞ്ഞ് ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ഈ പഞ്ചായത്തുകാർ എന്തെങ്കിലും സപ്പോർട്ടോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഏട്ടാ? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ചെയ്തു തരാമെന്ന് പറയും അല്ലേ? ആ, അവരങ്ങനെ പറയും. എന്തോ? അങ്ങോട്ട് വരാം. എത്ര നാളായി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്? എത്ര കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട്? 2-3 കൊല്ലമായിട്ട് പഞ്ചായത്തിൽ ഉള്ള ജോലിക്കാര്, പഞ്ചായത്ത് അധികൃതര് ഇവിടെ വന്നിട്ട് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ മേടിച്ചു തരാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, നിങ്ങളെ സഹായിക്കാം, നിങ്ങളുടെ ഒപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹനങ്ങൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒത്തിരി സ്വപ്നങ്ങളാണ് വാരിക്കോരി കൊടുക്കുന്നത് രാഷ്ട്രീയക്കാർ. പക്ഷേ നാളിതുവരെയായിട്ട് ഇവർക്ക് വേണ്ട യാതൊരു ആനുകൂല്യങ്ങളും പഞ്ചായത്തുകാർ ഇവർക്ക് മേടിച്ചു കൊടുക്കുന്നില്ല എന്ന് ഈ വടാട്ടുപാറ പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനോടായിട്ട് ഞാൻ പറയുക. എന്താണേലും വടാട്ടുപാറ പഞ്ചായത്ത് പ്രസിഡന്റ് വേറെ അറിയാട്ടാ? അറിയത്തില്ല. എറണാകുളം ജില്ലയിൽ കോതമംഗലം
എന്ന സ്ഥലത്തിൽ നിന്നും വടാട്ടുപാറയിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാനായിട്ട് വളരെ കഷ്ടമാണ്. ഇവർ വളരെ ദുരിതപൂർണമായിട്ട് ജീവിതം നയിക്കുന്നത്. ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഉള്ളതാണ്. അതെല്ലേ ചേച്ചി കൊട്ട നിർമ്മിച്ചു. സുഹൃത്തുക്കളെ, ചേച്ചി കൊട്ട നിർമ്മിച്ചു. ചേച്ചി വളരെ ഭംഗിയായിട്ടുണ്ട് ചേച്ചി. ചേച്ചി ഈ നേരം കൊണ്ട് ഇതിൻ്റെ അടപ്പ് നിർമ്മിച്ചാണ്. ഇതുപോലെ തന്നെയല്ലേ ചേച്ചി മോൾ ഭാഗം നിർമ്മിക്കുന്നത് അല്ലേ? സുഹൃത്തുക്കളെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചേട്ടാ. എന്നാ ചേട്ടാ ഒത്തിരി നന്ദി, നമസ്കാരമുണ്ട്. ഓക്കെ.